ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇ പി എസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഡൈല്യൂട്ടഡ് ഇ പി എസ്. ഞാൻ ഈ ബേസിക് പഠിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഒരു ഇ പി എസും കൂടെ പഠിക്കും, ഡൈല്യൂട്ടഡ് ഇ പി എസ്. സോ എന്താണ് ഈ ഡൈല്യൂട്ടഡ് ഇ പി എസ്? ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും കാണുന്നതാണ് ഈ ഡൈല്യൂട്ടഡ് ഇ പി എസ് എന്ന് പറയുന്ന കാര്യം. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് നിങ്ങൾ ഹോസ്റ്റലിലാണ് ഇരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഓണം കഴിഞ്ഞ് എല്ലാവരും എത്തുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഹോസ്റ്റലിൽ 4 പേരുണ്ട്. നിങ്ങളുടെ റൂം 4 പേരാണ് ഷെയർ ചെയ്യുന്നത്. 2 പേരെ എത്തിയിട്ടുള്ളൂ. ഇനി 2 പേരും കൂടെ എന്താണ് റീച്ച് ആവാനുണ്ട്. അപ്പോൾ ഈ 2 പേരുള്ളപ്പോൾ നിങ്ങൾക്കൊരു കേക്ക് കിട്ടി. നിങ്ങൾ 2 പേരും മാത്രം ഉള്ളപ്പോൾ എന്താണ് കേക്ക് കിട്ടി. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? പകുതി കിട്ടും. 2 പേർക്കും ഹാഫ് കിട്ടും. പക്ഷേ 4 പേരും ഉണ്ടായിരുന്നുവെങ്കിൽ, 4 പേര് ഇപ്പം ഉണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഒരാൾക്ക് 1/4 കാൽഭാഗമേ കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇപ്പം എത്ര കിട്ടിയത്? ഹാഫ്. ആക്ച്വലി എത്ര കിട്ടി? ഹാഫ്. ബട്ട് സപ്പോസ് അവരും കൂടെ വന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടുള്ളൂ? 1/4. അതേപോലെ ഈ ഡൈല്യൂട്ടഡ് ഇ പി എസ് പറഞ്ഞാൽ, ബേസിക് ഇ പി എസ് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പകുതി കേക്ക് കിട്ടുപോലെ അല്ലേ? പക്ഷെ അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കാൽഭാഗമല്ലേ കിട്ടുള്ളൂ. അതാണ് എന്ത്? ഡൈല്യൂട്ടഡ് ഇ പി എസ്. ഡൈല്യൂട്ടഡ് ഇ പി എസ്, ബേസിക് ഇ പി എസ് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ലാഭം വെച്ച്, ഇപ്പോഴുള്ള ഇക്വിറ്റി ഷെയർ വെച്ച് ഒരു ഷെയറുടെ വരുമാനം എത്രയും. ഡൈല്യൂട്ടഡ് ഇ പി എസ് പറഞ്ഞാലോ, എങ്ങനെയാണോ ഈ 2 ഹോസ്റ്റൽ മേറ്റ്സ് വരാനുള്ള പോലെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഇക്വിറ്റി ഷെയർ ആവാം. നമ്മൾ പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ, ഇപ്പം ഇക്വിറ്റി ഷെയർ ആയിട്ടില്ല. ഇപ്പം നിങ്ങളുടെ ഹോസ്റ്റൽ മേറ്റ്സ് 2 പേര് വന്നിട്ടില്ല, നിങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ കേക്ക് പകുതി കിട്ടി. ബട്ട് അവരും കൂടെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാൽഭാഗമല്ലേ കിട്ടുള്ളൂ, നിങ്ങൾക്ക് കിട്ടുന്ന അളവ് കുറയും. അതേപോലെ ഇപ്പം കമ്പനിയിലുള്ള ലാഭവും ഇപ്പോൾ ഉള്ള ഷെയറും വെച്ച് കണ്ടുപിടിക്കും. ഇപ്പോൾ 2 പേര് ഒരു കേക്ക് പകുതി പറയുന്നല്ലോ, ഇപ്പോൾ ഉള്ള ലാഭം ഇപ്പോഴുള്ള നമ്പർ ഓഫ് ഷെയർ വെച്ചിട്ട് എത്ര ഇ പി എസ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ബേസിക് ഇ പി എസ്. ബേസിക് ഇ പി എസ് ഓർ കറണ്ട് ഇ പി എസ്. പക്ഷേ അവർ 2 പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അതുപോലെ ഇപ്പോഴുള്ള ഇക്വിറ്റി ഷെയറേക്കാളും കുറച്ചും കൂടി ഇക്വിറ്റി ഷെയർ കൂടിയിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട്? പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ പറയും. പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ പറഞ്ഞാൽ അവരും കൂടി ഇക്വിറ്റി ഷെയർ ആവാൻ സാധ്യതയുണ്ട്. പൊട്ടൻഷ്യലാണ്. ഇപ്പം ഇക്വിറ്റി ഷെയർ ആയോ? ഇല്ല. അവരും കൂടെ ആയിരുന്നുവെങ്കിൽ, ആ റൂംമേറ്റ്സും കൂടെ വന്നിരുന്നുവെങ്കിൽ കേക്കിൻ്റെ അളവ് കുറയുന്ന പറയുന്ന പോലെ ഇ പി എസ് കുറയും. അവരും കൂടെ വന്നിരുന്നെങ്കിൽ, ഈ ഷെയർ, ഈ ഇൻസ്ട്രുമെൻറ്റും കൂടെ ഇക്വിറ്റി ഷെയർ ആയെങ്കിൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ കൂടും. അപ്പോൾ ഒരു ഷെയറിൻ്റെ ലാഭം കുറയും. അങ്ങനെ അവരും കൂടെ ഇക്വിറ്റി ഷെയർ ആയാൽ, അവരും കൂടെ വന്നാൽ നമ്മുടെ ഇ പി എസ് കുറയും. ആ കുറയുന്ന ഇ പി എസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡൈല്യൂട്ടഡ്. ഇപ്പോൾ ഒരാൾക്ക് എത്ര കേക്ക് കിട്ടി? 2 പേർക്കും പകുതി കിട്ടി. ഇത് ബേസിക് ഇ പി എസ്. ഒരാൾക്ക് പകുതി. ആ 2 പേരും കൂടെ റൂംമേറ്റ്സ് വന്നിരുന്നെങ്കിൽ ഒരാൾക്ക് കാൽഭാഗമേ കിട്ടുള്ളൂ. വന്നോ? ഇല്ല. കൊടുത്തോ? ഇല്ല. പക്ഷെ വന്നിരുന്നെങ്കിൽ കാൽഭാഗമല്ലേ കിട്ടുള്ളൂ, കുറയില്ലേ? ആ കുറയാൻ സാധ്യതയില്ല. അവരും കൂടെ വന്നാൽ ആ കുറഞ്ഞു പോകുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈല്യൂട്ടഡ്. ഇപ്പം ഒരു കമ്പനിയിൽ ലാഭം 10 ലക്ഷം ഉണ്ട്. സപ്പോസ് ഒരു കമ്പനിയിൽ ഇപ്പോൾ ലാഭം എത്ര? 10 ലക്ഷം ഉണ്ട്. ഇപ്പം എത്ര ഷെയർസാണ് ഉള്ളത്? 1 ലക്ഷം ഷെയർ. സോ ഒരു ഷെയറിൻ്റെ ഇ പി എസ് എത്ര? 10. പക്ഷെ സപ്പോസ് ഈ ഷെയർ 1 ലക്ഷത്തിന് വരെ 2 ലക്ഷം ആയിരുന്നുവെങ്കിലോ, ഇ പി എസ് 10 വരെ 5 ഉണ്ടാവും. കാരണം എണ്ണം കൂടുന്നവർ ഒരാൾക്ക് കിട്ടുന്ന വീതം കുറയും. സോ അതെങ്ങനെയാണ് ഈ 1 ലക്ഷം 2 ലക്ഷം ആവുക? അതാണ് അവിടെ ആ റൂംമേറ്റ്സ് വരാനുള്ള പോലെ പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ പറയും. ഇക്വിറ്റി ഷെയർ ആവാൻ സാധ്യതയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് 3 ഐറ്റങ്ങളാണുള്ളത്. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, കൺവേർട്ടബിൾ ഡിബഞ്ചർ, ഷെയർ ഓപ്ഷൻ. ഇതൊന്നും ഇപ്പം ഇക്വിറ്റി ഷെയറുകളല്ല, ബട്ട് ആവാം. അപ്പം അതും കൂടെ ആയിരുന്നുവെങ്കിൽ, അപ്പം ആയോ? ഇല്ല. അതും കൂടെ ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഇ പി എസ് കുറയണം. നമ്മളൊരു ബിവെയർ, അവർക്കൊരു വാർണിംഗ് കൊടുക്കുകയാണ്. അടുത്ത കൊല്ലം ഇതേ ലാഭമാണ്, ഇക്കൊല്ലമൊക്കെ ഈ ലാഭം ഇത്ര ഷെയറുള്ളൂ, നിങ്ങൾക്ക് ഇത്ര ഇ പി എസ് കിട്ടി. അടുത്ത കൊല്ലം ഇതേ ലാഭമാണ്, പക്ഷേ ഈ പറയുന്ന ആൾക്കാർ ഇക്വിറ്റി ഷെയർ ആയാൽ നിങ്ങളുടെ ഇ പി എസ് കുറയും. ആരൊക്കെയാണ്? പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ പറയും. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ കണ്ടോ? കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ പറഞ്ഞാൽ ആ പ്രിഫറൻസ് ഷെയർ വേണമെങ്കിൽ ഇക്വിറ്റി ഷെയറായി മാറും. കൺവേർട്ടബിൾ ഡിബഞ്ചർ പറഞ്ഞാൽ കടമാണ്, അതും വേണമെങ്കിൽ എന്തായി മാറാം? ഇക്വിറ്റി ഷെയറായി മാറാം. ഷെയർ ഓപ്ഷൻസ്, ഷെയർ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇതൊന്നും ഇപ്പം ഇക്വിറ്റി ഷെയറല്ല. ഇപ്പം ആ 2 റൂംമേറ്റ്സ് വന്നിട്ടില്ല, പകുതി കേക്ക് കിട്ടി. ഇപ്പം ഇത്ര ഇ പി എസ് കിട്ടി. എത്ര? 10 ലക്ഷം പോയി 1 ലക്ഷം 10 കിട്ടി. പക്ഷേ അടുത്ത കൊല്ലം ഇതേ ലാഭമാണ്. ഈ കൺവേർട്ടബിൾ ഡിബഞ്ചറും കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയറൊക്കെ അടുത്ത കൊല്ലം ഇക്വിറ്റി ഷെയർ ആയാൽ ഒരാൾക്ക് കിട്ടുന്ന ലാഭം കുറയും. അപ്പോൾ നമ്മൾ അവരെ മുൻകൂട്ടി അറിയിക്കുകയാണ്, ഇപ്പം ഇത്ര ലാഭമുണ്ട്, ഇവരും കൂടി ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ലാഭം കുറയും കേട്ടോ. നമ്മളൊരു മുൻകൂട്ടി അറിയിക്കുന്നതാണ് എന്ത്? ഡൈല്യൂട്ടഡ്. ഇപ്പോൾ കുറഞ്ഞുണ്ടോ? ഇല്ല. കുറയാൻ സാധ്യതയുണ്ട്. പോസിബിൾ ഇ പി എസ്
അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈല്യൂട്ടഡ് EPS. അപ്പോൾ ഇത് ആര് കാരണമാണ് വരുന്നത്, പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർ ആവാൻ സാധ്യതയുള്ള 3 ഐറ്റം: കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, കൺവേർട്ടബിൾ ഡിബഞ്ചർ, ഷെയർ ഓപ്ഷൻസ്. അപ്പോൾ ഇത് 3 നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഡൈല്യൂട്ടഡ് EPS, ബേസിക് EPS പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്, ഡൈല്യൂട്ടഡ് EPS എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താണ് ക്വസ്റ്റ്യൻ? PKL ലിമിറ്റഡ് റിപ്പോർട്ടഡ് നെറ്റ് ഏർണിങ്സ് ഓഫ് 70 lakhs ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് 2022-23 വർഷത്തിൽ PKL ലിമിറ്റഡ് പറയുന്ന കമ്പനിയുടെ ലാഭം എത്രയാണ്? 70 ലക്ഷമാണ്. ദി കമ്പനി ഹാഡ് 3,50,000 ഷെയർസ് ഓഫ് 10 par വാല്യൂ കോമൺ സ്റ്റോക്ക്. കോമൺ സ്റ്റോക്ക് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ. 3.5 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ആൻഡ് 1 lakh ഷെയർസ് ഓഫ് 80 rupee par വാല്യൂ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ. 1 ലക്ഷം എന്തുണ്ട്, കൺവേർട്ടബിൾ. വെറും പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ കുഴപ്പമില്ല, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അത് എന്തായി മാറും, ഇക്വിറ്റി ഷെയറായി മാറാം. ഇപ്പോൾ മാറിയിട്ടില്ല, മാറാം. ഓക്കെ, ദ ഡിവിഡൻഡ് റേറ്റ് ഓൺ പ്രിഫറൻസ് ഷെയർ വാസ് 5 rupee per share. അപ്പോൾ പ്രിഫറൻസ് ഷെയറിന് എത്രയാണ് ഡിവിഡൻഡ്? 1 ഷെയറിന് 5 രൂപയാണ്. ഈച്ച് ഷെയർ ഓഫ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു 2 ഇക്വിറ്റി ഷെയർ. ഓരോ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എത്ര ഇക്വിറ്റി ഷെയറായി മാറാം? 2 ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറാം. ഇൻ ദ ഇയർ നോ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് വർ കൺവേർട്ടഡ്. ഇക്കൊല്ലം പ്രിഫറൻസ് ഷെയർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ഇക്വിറ്റി ഷെയറായി മാറിയിട്ടില്ല. പക്ഷെ മാറിയാൽ EPS കുറയും, കാരണം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ കൂടും. അങ്ങനെ കുറയുന്ന EPSനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡൈല്യൂട്ടഡ് EPS, പോസിബിൾ EPS എന്ന് പറയും. വാട്ട് ആർ PKL ലിമിറ്റഡ്സ് ബേസിക് EPS ആൻഡ് ഡൈല്യൂട്ടഡ് EPS? ബേസിക് EPS പറഞ്ഞാൽ ഇപ്പോഴുള്ള EPS. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 12? ബേസിക് EPS പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള EPS. ഇപ്പം എന്താണ് ലാഭം, ഇപ്പം എന്താണ് നമ്പർ ഓഫ് ഷെയർ. അപ്പോൾ ഈ കമ്പനിയുടെ ഇപ്പോഴുള്ള ലാഭം എത്രയാണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അടച്ചിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് കുറയ്ക്കും. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്ര ലാഭം എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും, നമ്പർ ഓഫ് ഇക്വിറ്റി. അപ്പോൾ ഈ കമ്പനിയിൽ ഇപ്പോൾ എത്ര ലാഭമുണ്ട്? 70 ലക്ഷം അല്ലേ? ഇതവിടെ നോക്കൂ, ലാഭം എത്ര? 70 ലക്ഷം. പ്രിഫറൻസ് ഷെയർസിന് ഓരോ പ്രിഫറൻസ് ഷെയറിനും 5 രൂപ വെച്ച് ഡിവിഡൻഡ് കൊടുക്കണം. 5 രൂപ വെച്ച് എന്ത് കൊടുക്കണം? ഡിവിഡൻഡ് കൊടുക്കണം. അപ്പോൾ എത്ര പ്രിഫറൻസ് ഷെയറാണ് നമ്മുടെ കയ്യിലുള്ളത്? 1 ലക്ഷം പ്രിഫറൻസ് ഷെയർ ഉണ്ട്. എത്ര ഉണ്ട്? 1 ലക്ഷം ഉണ്ട്. സോ 1 ലക്ഷം ഇൻറ്റു 5 ലക്ഷം രൂപ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്താൽ ബാക്കിയുള്ള ലാഭമാണ് ആരുടെ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ. എത്ര ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്? 3.5 ലക്ഷം. സോ എത്ര വരും? 70 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം പോയാൽ 65 ലക്ഷം ഡിവൈഡഡ് ബൈ 3.5 ലക്ഷം ഇക്വിറ്റി ഷെയർ. എത്ര വരും? 18.57. ഇതാണ് ഇപ്പോഴത്തെ EPS, ഇപ്പം നിലവിലെ EPS. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബേസിക് EPS. ഇനി അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഡൈല്യൂട്ടഡ് EPS. അതെന്താ ഈ ഡൈല്യൂട്ടഡ് EPS? ഡൈല്യൂട്ടഡ് EPS പറഞ്ഞാൽ ഈ പ്രിഫറൻസ് ഷെയർ സാധാ പ്രിഫറൻസ് ഷെയറിൽ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഇതിനെന്തായി മാറാം? ഇക്വിറ്റി ഷെയറായി മാറാം. ഇപ്പോൾ മാറിയിട്ടുണ്ടോ? ഇല്ല, പക്ഷെ മാറാം. മാറിയാൽ എന്താവും? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ കൂടും, ലാഭം ഒരാൾക്ക് കിട്ടുന്ന ലാഭം കുറയും. അങ്ങനെ ആ കുറയുന്ന ലാഭത്തിന്, കുറയുന്ന ഷെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡൈല്യൂട്ടഡ് EPS. അപ്പോൾ നിങ്ങളുടെ ലാഭം എത്ര? 70 ലക്ഷം. ഈ ഡൈല്യൂട്ടഡ് EPSൻ്റെ അസംഷൻ എന്താ? ഇത് പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയറായി മാറിയപ്പോൾ ഇല്ല, മാറിയാൽ. ഇപ്പോൾ മാറിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയറായി മാറിയാൽ അവന്മാർക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുമോ? കൊടുക്കില്ല. പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കില്ല. കാരണം അത് പ്രിഫറൻസ് ഡിവിഡൻഡ് ആയതുകൊണ്ടാണല്ലോ 5 ലക്ഷം കൊടുത്തു. അത് ഇക്വിറ്റി ഷെയറായി മാറിയാൽ അവന്മാർക്ക് എന്ത് കൊടുക്കില്ല? പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കില്ല. അപ്പോൾ ആ 5 ലക്ഷം കുറയില്ല. പക്ഷെ നമ്പർ ഓഫ് ഷെയർ എന്താവും? ഇപ്പോൾ എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ട്? 3.5 ലക്ഷം ഉണ്ട്. പ്ലസ് അവരെന്താ പറയുന്നത്? ഓരോ പ്രിഫറൻസ് ഷെയറും 2 ഇക്വിറ്റി ഷെയറായി മാറും. അപ്പോൾ എത്ര പ്രിഫറൻസ് ഷെയർ ഉള്ളത്? 1 ലക്ഷം. 1 ലക്ഷം ഇൻറ്റു 2. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്തു? ന്യൂമറേറ്റർ ലാഭത്തിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ചില്ല. എന്തുകൊണ്ടാണ്? ഈ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയർ ആയാൽ എന്താവും എന്നുള്ളതല്ലേ ഡൈല്യൂട്ടഡ് EPS. ഇക്വിറ്റി ഷെയർ ആയ പിന്നെ അവന്മാർക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കില്ല. അതുകൊണ്ടാണ് ആ 70 ലക്ഷത്തിൽ നിന്ന് എന്ത് കുറയ്ക്കാതിരുന്നത്?
പ്രിഫറൻസ് ഡിവിഡൻഡ്. പക്ഷേ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ എന്താവും? ഇപ്പോഴുള്ള 3.5 ലക്ഷം കൂടാതെ ഓരോ പ്രിഫറൻസ് ഷെയറും 2 ഇക്വിറ്റി ഷെയറായി മാറും. സോ 1 ലക്ഷം പ്രിഫറൻസ് ഷെയർ 2 ലക്ഷം ഇക്വിറ്റി ഷെയറായി മാറും. സോ 3.5 ലക്ഷം പ്ലസ് 2 ലക്ഷം എത്രയാവും? 5.5 ലക്ഷം അല്ലേ? അപ്പോൾ എത്ര? 70 ലക്ഷം ഡിവൈഡഡ് ബൈ 5,50,000 12.73. കണ്ടോ? ഇപ്പം എത്ര EPS? 18.57. പക്ഷേ ഈ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയർ ആയിരുന്നുവെങ്കിൽ, ആയോ ഇല്ല, ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് EPS എത്രയുണ്ടാവും? 12.7. അത് കുറയും. അങ്ങനെ കുറയാൻ സാധ്യതയുള്ള EPSനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡൈല്യൂട്ടഡ് EPS. ഇതെങ്ങനെ കണ്ടുപിടിച്ച്? ബേസിക് സാധാ പോലെ ഇക്വിറ്റി ഷെയർ ഉള്ളസിൻ്റെ ലാഭം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ. ഡൈല്യൂട്ടഡ് കണ്ടുപിടിക്കുമ്പോൾ ഈ പ്രിഫറൻസ് ഇക്വിറ്റി ആണെന്ന് അസ്യൂം ചെയ്യുക. ആയോ ഇല്ല? ആയാൽ അപ്പോൾ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ട, അതുകൊണ്ട് അത് 0 എടുത്ത്. പിന്നെയോ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഇപ്പോഴുള്ള 3.5 ലക്ഷം കൂടാതെ ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർ എന്താവും? 1 ലക്ഷം ഷെയർ എന്താണ്? 2 ലക്ഷം ഇക്വിറ്റി ഷെയറായി മാറും. അതുകൊണ്ടാണ് ഡിനോമിനേറ്ററിൽ കൂടി. സോ അപ്പോൾ അടുത്ത പോലെ ഇത് വാണിംഗ് ആണ്. അടുത്ത പോലെ ഇതേ ലാഭം ഉണ്ടാക്കിയാൽ ഈ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയറായി മാറിയാൽ ഒരു ഷെയറിന് കിട്ടുന്ന ലാഭം കുറയും. പെർഫോമൻസ് കുറഞ്ഞിട്ടല്ല, ഈ ഡൈല്യൂഷൻ എന്താണ് സംഭവിക്കുന്നത്? ഡൈല്യൂഷൻ പറഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന അളവ് എന്താവും? കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അവർക്ക് ഇപ്പം തന്നെ ഇൻറ്റിമേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു ചോദ്യം വരാം, ഈ പ്രിഫറൻസ് ഷെയർ ഇല്ലാത്ത കമ്പനിയാണെങ്കിൽ വരില്ല, ഡൈല്യൂഷൻ വരില്ല. ഇനി പ്രിഫറൻസ് ഷെയർ ഉണ്ട്, കൺവേർട്ടബിൾ അല്ലെങ്കിലോ? അപ്പോഴും വരില്ല. ഈ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണെങ്കിൽ എന്ത് വരില്ല? ഈ ഡൈല്യൂഷൻ വരില്ല. സാധാ പ്രിഫറൻസ് ഷെയർ ഡിബഞ്ചർ ആണെങ്കിൽ ഡൈല്യൂഷൻ വരില്ല. ഈ പ്രിഫറൻസ് ഷെയർ ഡിബഞ്ചർ ഇല്ലെങ്കിലും വരില്ല. കൺവേർട്ടബിൾ ഡിബഞ്ചർ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ എന്ത് വരുള്ളൂ? ഡൈല്യൂഷൻ വരില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ഡൈല്യൂട്ടഡ് പറഞ്ഞാൽ കുറഞ്ഞു. 18 എത്രയായി? 12.73. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈല്യൂട്ടഡ് EPS. ഇത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണെങ്കിൽ എങ്ങനെ വരും? അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 14 നിങ്ങളൊന്ന് വായിച്ച് നോക്കൂ, എന്നിട്ട് പോസ് ചെയ്ത് വായിച്ച് നോക്കുക ക്വസ്റ്റ്യൻ, എന്നിട്ട് ശ്രദ്ധിക്കുക. ഇതും പ്രിഫറൻസ് ഷെയർ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ FM കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺസെപ്റ്റ് വളരെ എളുപ്പത്തിൽ പിടികിട്ടും. അപ്പോൾ ഡി ലിമിറ്റഡ് ഹാഡ് ഔട്ട്സ്റ്റാൻഡിങ് ഓർഡിനറി ഷെയർസ് ഓഫ് 10 lakh ഓൺ 1st April 2022. ഡി ലിമിറ്റഡ് പറയുന്ന കമ്പനിക്ക് 10 ലക്ഷം ഇക്വിറ്റി ഷെയർ ഉണ്ടായിരുന്നു. ഓർഡിനറി ഷെയറും ഇക്വിറ്റി ഷെയർ ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഈസ് 20 lakh. ഇക്കൊല്ലത്തെ ലാഭം 20 ലക്ഷമാണ്. ഡി ലിമിറ്റഡ് ഹാഡ് 12% 20,000 കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഓഫ് 100 each ടു ബി കൺവേർട്ടഡ് ഇൻ ടു 10 ഓർഡിനറി ഷെയർ. ഇവർക്ക് ഇക്വിറ്റി ഷെയർ കൂടാതെ 20,000 ഡിബഞ്ചർ ഉണ്ടായിരുന്നു. സാധാ ഡിബഞ്ചറാണോ? അല്ല, കൺവേർട്ടബിൾ ഡിബഞ്ചർ. ആ ഡിബഞ്ചർ എന്തായി മാറും? ഷെയർ ആയിട്ട്. ഓരോ ഡിബഞ്ചർ എത്ര ഷെയറായി മാറും? 10 ഇക്വിറ്റി ഷെയറായി മാറും. കാൽക്കുലേറ്റ് ബേസിക് EPS ആൻഡ് ഡൈല്യൂട്ടഡ്. ബേസിക് EPS പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 14 ബേസിക് EPS പറഞ്ഞാൽ ഇപ്പോഴത്തെ EPS. ബേസിക് EPS ഇക്കൊല്ലം എത്രയാണ് ലാഭം? ലാഭം 20 ലക്ഷം. എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ട്? എത്രയാണ് ഇക്വിറ്റി ഷെയർ ഉള്ളത്? 10 ലക്ഷം ഇക്വിറ്റി ഷെയർ. സോ ഒരു ഷെയറിൻ്റെ ലാഭം എത്ര? 2 രൂപ. ഇതാണ് ബേസിക് EPS. ഒരു ഷെയറുടെ ലാഭം 2 രൂപ. ഡൈല്യൂട്ടഡ് EPS പറഞ്ഞാലോ, സപ്പോസ് ഈ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഇക്വിറ്റി ഷെയർ ആയാൽ എന്താവും? അല്ലേ? അപ്പം നമുക്ക് ഇപ്പം എത്ര ലാഭമുള്ളത്? 20 ലക്ഷം. ഇപ്പം എത്ര ഇക്വിറ്റി ഷെയർ ഉള്ളത്? 10 ലക്ഷം. ഇത് രണ്ടും മാറും. ഈ കമ്പനിയിൽ എത്ര ഡിബഞ്ചറാണ് ഉള്ളത്? 20,000 ഡിബഞ്ചർ ഉണ്ട്. എത്ര ഡിബഞ്ചർ ഉണ്ട്? 20,000 ഡിബഞ്ചർ ഉണ്ട്. കൺവേർട്ടബിൾ. ഈ ഓരോ ഡിബഞ്ചറും 10 ഇക്വിറ്റി ഷെയറായി മാറും. സോ 20,000 ഡിബഞ്ചർ ഓരോന്ന് എത്രയാവും? 10 ഇക്വിറ്റി ഷെയർ. അപ്പോൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ കൂടും. 20,000 ഡിബഞ്ചർ എന്തായി മാറും? 10 ഇക്വിറ്റി ഷെയറായി മാറും. അതായത് 2 ലക്ഷം ഇക്വിറ്റി ഷെയർ കൂടും. ഇതൊരു ഭാഗം. ഇനി നോക്കി, ഈ ഡിബഞ്ചർ ഇക്വിറ്റി ഷെയർ ആയാൽ, ഡിബഞ്ചർ കടമല്ലേ, നമ്മൾ എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കൊടുക്കും. എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കൊടുക്കും. പക്ഷേ ഈ ഡിബഞ്ചർ ഇക്വിറ്റി ഷെയർ ആയാൽ പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കില്ല, പലിശ കൊടുക്കില്ല. പലിശ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ലാഭം കൂടും. ഇപ്പോഴുള്ള ലാഭം 20 ലക്ഷത്തിനേക്കാൾ എന്താണ്? ലാഭം കൂടും. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? നമ്മൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും. സോ ഇൻട്രസ്റ്റ് എത്ര എമൗണ്ട് ഡിബഞ്ചറിന്? നമ്മുടെ എത്ര ഡിബഞ്ചറുകളിൽ? 20,000 ഡിബഞ്ചർ ഉണ്ട്. ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്ര? 100 രൂപയാണ്. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് 12%. സോ 20,000 × 100 × 12%.
അപ്പോൾ നമ്മൾ ഒരു കൊല്ലം എന്ത് കൊടുക്കുന്നുണ്ട്? 2,40,000 രൂപ എന്ത് കൊടുക്കുന്നുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് ഡിബഞ്ചേഴ്സ്. പക്ഷേ ഈ ഡിബഞ്ചർ ഇക്വിറ്റി ഷെയർ ആയാൽ പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കില്ലല്ലോ. ഡിബഞ്ചർ എന്തായാൽ ഇക്വിറ്റി ഷെയർ ആയാൽ എന്ത് കൊടുക്കില്ല? ഇൻട്രസ്റ്റ് കൊടുക്കില്ല. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ലാഭം അത്രയും കൂടില്ലേ അല്ലേ? അപ്പോൾ 20 ലക്ഷം പ്ലസ് 2.4 ലക്ഷം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലാഭം കൂടിയാൽ നിങ്ങളുടെ ഇൻകം ടാക്സും കൂടില്ലേ? ലാഭം കൂടിയാൽ എന്തും കൂടും? നമ്മുടെ ടാക്സും കൂടും. നമ്മുടെ ടാക്സ് റേറ്റ് 30%. അപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ലാഭം 30 ലക്ഷമാണ്. ഓക്കെ, ബിഫോർ ഇൻട്രസ്റ്റ് 10 ലക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചിട്ട് ബാക്കി 20 ലക്ഷം ലാഭത്തിനാണ് നിങ്ങൾ എന്ത് ചെയ്യുക? 30% ഇൻകം ടാക്സ് പറഞ്ഞാൽ എത്ര അടയ്ക്കും? 6 ലക്ഷം അടയ്ക്കും. പക്ഷെ സപ്പോസ് ഈ കമ്പനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വിചാരിക്കുക. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എത്ര ടാക്സ് വരും? 30 ലക്ഷം ഇൻറ്റു 30%, 9 ലക്ഷം വരും. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എന്തായി? പ്രോഫിറ്റ് കൂടി അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് കൂടി ആ ഹയർ പ്രോഫിറ്റിന് എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. അതുപോലെ തന്നെ ഇവിടെ പണ്ട് എത്രയായിരുന്നു ലാഭം? 20 ലക്ഷം. ഡിബഞ്ചർ ഇക്വിറ്റി ഷെയറായ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. അപ്പോൾ അത്രയും ഇൻട്രസ്റ്റ് ലാഭം കൂടി. പക്ഷേ ലാഭം കൂടി ആ അഡീഷണൽ ലാഭത്തിന് എന്ത് പോകും കയ്യിൽ നിന്ന്? ഇൻകം ടാക്സ് പോകും. അപ്പോൾ അത് കുറയ്ക്കണ്ടേ? സോ ഈ 2.4 ലക്ഷത്തിന് പണ്ടുള്ള 20 ലക്ഷം ലാഭത്തിന് ഓൾറെഡി ടാക്സ് നമ്മൾ കണക്കാക്കിയതാണ്. ഈ എക്സ്ട്രാ ഈ 2.4 ലക്ഷം വർഷം ഇൻട്രസ്റ്റ് സേവ് ആയില്ലേ? ഇൻട്രസ്റ്റ് സേവ് ആകുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് കൂടും. നെറ്റ് പ്രോഫിറ്റ് കൂടി ആ അഡീഷണൽ എമൗണ്ടിന് ടാക്സ് വരും. അപ്പോൾ ഈ 2.4 ലക്ഷത്തിൻ്റെ 30% എത്ര ടാക്സ് വരിക? 72,000 രൂപ അഡീഷണലി നമ്മൾ എന്ത് കൊടുക്കും? ടാക്സ്. 20 ഓൾറെഡി കൊടുത്തത് കുറച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ തുടങ്ങിയത്. ഈ എക്സ്ട്രാ 2.4 ലക്ഷത്തിന് നമ്മൾ എന്ത് കൊടുക്കും? ടാക്സ് കൊടുക്കും. അപ്പോൾ നമുക്ക് നെറ്റായിട്ട് ലാഭം എത്ര കൂടും? ഇപ്പോഴുള്ള ലാഭം 20 നിന്ന് ഇൻട്രസ്റ്റ് വർഷാവർഷം 2,40,000 രൂപ സേവ് ആവും. അത് ആഡ് ആവും. പക്ഷേ ഈ സേവ് ആയതിന് ടാക്സ് എന്ത് ചെയ്യേണ്ടി വരും? കാരണം കൊടുക്കേണ്ടി വരും. കാരണം ലാഭം കൂടിയാൽ അതിന് അത്രത്തോളം ടാക്സ് കൂടും. അപ്പോൾ നമ്മുടെ പുതിയ ലാഭം എത്രയാണ്? 21,68,000. ഇനി നമ്പർ ഓഫ് ഷെയറോ? പണ്ട് എത്ര ഷെയർ ഉണ്ട്? 10 ലക്ഷം ഷെയർ. നമ്മുടെ കയ്യിൽ 20,000 ഡിബഞ്ചർ ഉണ്ട്. ഓരോ ഡിബഞ്ചർ എത്ര ഷെയറായി മാറും? 10 ഷെയറായി മാറും. സോ 20,000 ഇൻറ്റു 10 2 ലക്ഷം ഷെയർ കൂടി. സോ പണ്ട് 10, ഇപ്പോൾ ഒരു 2, 12 ലക്ഷം ഷെയറായി. സോ നമ്മുടെ ഡൈല്യൂട്ടഡ് EPS എത്രയാവും? 21,68,000 ഡിവൈഡ് ബൈ 12 ലക്ഷം. 1.81. എത്രയായി? 1.81. പണ്ട് എത്രയായിരുന്നു? ഇപ്പം എത്രയാണ് ബേസിക് EPS? 2. നിലവിലെ സാഹചര്യം അനുസരിച്ച് നിലവിലെ ഡിബഞ്ചർ ഇക്വിറ്റി ഷെയറായി മാറിയോ? ഇല്ല. അപ്പോൾ എന്താണ് EPS? 2. പക്ഷെ അടുത്ത കൊല്ലം ഈ ഡിബഞ്ചർ ഇക്വിറ്റി ഷെയറായി മാറിയെങ്കിൽ മാറാമോ? മാറാം, മാറാതിരിക്കാം. പക്ഷെ മാറിയാൽ ഇതേ ലാഭമാണെങ്കിൽ നിങ്ങളുടെ EPS എന്താവും? 2 1.8 ഉണ്ടാവും, കുറയും. അങ്ങനെ കുറയുന്ന പോസിബിൾ ഡിക്ലൈൻ ഇൻ EPSനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡൈല്യൂട്ടഡ് EPS. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈല്യൂട്ടഡ് EPS. സോ സാർ അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയറിന് ഈ ടാക്സ് എടുത്തില്ലല്ലോ. പ്രിഫറൻസ് ഡിവിഡൻഡ് എക്സ്പെൻസ് അല്ലല്ലോ. അപ്പോൾ അത് ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ കുറച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യുമ്പോഴും ടാക്സ് എടുക്കുക. പക്ഷേ ഇൻട്രസ്റ്റ് അങ്ങനെയല്ല. ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ ഇൻട്രസ്റ്റ് കുറച്ചിട്ടുള്ള പ്രോഫിറ്റിലാണ് ടാക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. സോ ഇൻട്രസ്റ്റ് മാറുമ്പോൾ എന്താണ്? പ്രോഫിറ്റ് കൂടും, നമ്മുടെ ടാക്സും കൂടും. ഡിവിഡൻഡ് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ്. അത് കുറച്ചിട്ടുള്ള എമൗണ്ടിലല്ല ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഡിവിഡൻഡിന് എന്ത് ഇമ്പാക്റ്റ് വരാത്തത്? ടാക്സ്, ഇൻകം ടാക്സിന് ഇമ്പാക്റ്റ് വരാത്തത്. ഇൻട്രസ്റ്റ് ആകുമ്പോൾ എന്താണ്? പ്രോഫിറ്റ് എന്ന് ഇൻട്രസ്റ്റും കൂടെ കുറച്ചിട്ടുള്ള പ്രോഫിറ്റിലാണ് ടാക്സ് കാൽക്കുലേറ്റ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് പോയ പ്രോഫിറ്റ് കൂടി, ടാക്സ് കൂടി. പക്ഷേ ഡിവിഡൻഡോ ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അതിന് ടാക്സ് ഇമ്പാക്റ്റ് ഇല്ല. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. നമ്മുടെ ലാസ്റ്റ് ഐറ്റമാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയറും കൺവേർട്ടബിൾ ഡിബഞ്ചറും കഴിഞ്ഞാൽ ലാസ്റ്റ് ഐറ്റമാണ് ഷെയർ ഓപ്ഷൻസ്. ലാസ്റ്റത്തെ ഐറ്റമാണ് എന്ത്? ഷെയർ ഓപ്ഷൻ. അപ്പോൾ എന്താണ് ഷെയർ ഓപ്ഷൻസ്? എന്താണ് ഈ ഷെയർ ഓപ്ഷൻ? പേര് തന്നെ ഉണ്ട്, ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോയ്സാണ്. ഷെയർ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന അവകാശമാണ് എന്ത്? ഷെയർ ഓപ്ഷൻസ്. ഷെയർ വാങ്ങിക്കാനുള്ള നിങ്ങളുടെ അവകാശം. അവകാശം പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായി വാങ്ങിക്കണോ? വേണ്ട, നിങ്ങളുടെ ഓപ്ഷനാണ്. വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഡിഫൻസിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ആർമിയിലൊക്കെ ഉള്ളവർക്ക്, അവർക്ക് എന്താണ്? ആർമി ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ പോയാൽ അവർക്ക് എന്താണ്? സാധനങ്ങൾ വാങ്ങിക്കാം. അത് മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവാണ്. ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിൽ 7,000 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്ന ബെഡ് അവിടെ 4,000 5,000 കിട്ടും. സോ അവർക്ക് അവിടെ പോയി വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കില്ല, അവർക്ക് വാങ്ങിക്കാം. പക്ഷെ അവിടെ തന്നെ വാങ്ങിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല, വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ വേണ്ട. അതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചോയ്സാണ്.
അതേപോലെ നിങ്ങളിപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഈ വീഡിയോ കാണുന്നവർ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ ഷെയർ ഓപ്ഷൻ പറഞ്ഞാൽ എന്താ, റൈറ്റ് ടു ബൈ ഷെയർ. റൈറ്റ്, ഓബ്ലിഗേഷൻ അല്ല, നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് വാങ്ങിക്കുക, നിങ്ങൾക്ക് ആനുകൂല്യമുള്ളപ്പോൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ വാങ്ങിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ TCS എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓപ്ഷൻ, എനിക്ക് 1000 ഷെയർ വാങ്ങിക്കാം 30 രൂപയ്ക്ക്. എനിക്ക് എത്ര രൂപയ്ക്ക് വാങ്ങിക്കാം? 30 രൂപയ്ക്ക്. മാർക്കറ്റ് പ്രൈസ്, ഈ ഷെയറുടെ മാർക്കറ്റ് പ്രൈസ് 60 ആണെങ്കിൽ മാർക്കറ്റിൽ ഞാൻ വാങ്ങിക്കണമെങ്കിൽ എത്ര വാങ്ങിക്കണം? 60 രൂപ. ഈ ഓപ്ഷൻ ഉപയോഗിച്ചാൽ 30. ഞാൻ ഉപയോഗിക്കും. അതേസമയം മാർക്കറ്റിൽ ഇതിൻ്റെ വില 20 ആണ്. അപ്പോൾ എനിക്ക് എവിടെ വാങ്ങിക്കുന്നത് നല്ലത്? മാർക്കറ്റിൽ വാങ്ങിക്കണമെന്നില്ല. അപ്പോഴും ഇവിടെ തന്നെ വാങ്ങിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. അതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇവിടെ 30 രൂപയാണ് എൻ്റെ ഷെയർ ഓപ്ഷൻ പ്രൈസ് 30 ആണ്. വേണമെങ്കിൽ എനിക്ക് 30 രൂപയ്ക്ക് വാങ്ങിക്കും. മാർക്കറ്റിൽ 60 ആണെങ്കിൽ ഞാൻ വാങ്ങിക്കും, കാരണം എനിക്ക് ലാഭമല്ലേ, 30 രൂപ കുറവ് കൊടുത്താൽ മതി. മാർക്കറ്റിൽ 20 ആണെങ്കിൽ മാർക്കറ്റിൽ വാങ്ങിക്കണമെന്നല്ല, ഞാൻ ഇവിടെ വാങ്ങിക്കില്ല. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഷെയർ ഓപ്ഷൻ എന്ന് പറയും. അപ്പോൾ ഷെയർ ഓപ്ഷൻ, ഒരു കമ്പനി ഷെയർ ഓപ്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ ആൾക്കാർ ഉപയോഗിച്ചാൽ എന്താവും? അവരും കൂടെ ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ ഉപയോഗിച്ചാൽ അവരും കൂടെ എന്താവും? ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നമ്പർ ഓഫ് ഷെയർ കൂടും. അപ്പോൾ എന്താവും? EPS കുറയും. അപ്പോൾ എങ്ങനെ ഡൈല്യൂട്ടഡ് EPS കണ്ടുപിടിക്കും? അപ്പോൾ നമ്മളിങ്ങനെ ഡൈല്യൂട്ടഡ് EPS കണ്ടുപിടിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്താൽ നമ്മുടെ EPS എന്നുള്ള പാർട്ടിലെ എല്ലാ ടോപ്പിക്കും കവറാവും. ഇപ്പോൾ നമ്മുടെ ഷെയർ ഓപ്ഷൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഷെയർ ഓപ്ഷൻ എന്താണ്? റൈറ്റ് ടു ബൈ ഷെയർ. വാങ്ങിക്കണം നിർബന്ധമില്ല, വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. പക്ഷെ അവർ വാങ്ങിച്ചാൽ അതും കൂടെ എന്താവും? നമ്മുടെ നമ്പർ ഓഫ് ഷെയർ കൂടും, EPS കുറയും. ലിമിറ്റഡ് ഹാഡ് 10 lakh ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1st April 2022. ലിമിറ്റഡ് പറയുന്ന കമ്പനിക്ക് 10 ലക്ഷം ഇക്വിറ്റി ഷെയർ ഇപ്പം നിലവിലുണ്ട്. പ്രോഫിറ്റ് ഫോർ ദ ഇയർ 22-23 വാസ് 24 lakh. ഇക്കൊല്ലം എത്രയാണ് ലാഭം? 24 ലക്ഷം. ആവറേജ് ഫെയർ വാല്യൂ പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ ഡ്യൂറിങ് ദ ഇയർ 22-23 വാസ് 20. മാർക്കറ്റിൽ ഈ ഷെയറിൻ്റെ വില 20 രൂപയാണ്. ലിമിറ്റഡ് ഹാസ് ഗിവൻ ഷെയർ ഓപ്ഷൻ പറഞ്ഞാൽ ഷെയർ വാങ്ങിക്കാനുള്ള അവകാശം ടു ഇറ്റ്സ് എംപ്ലോയീസിനെ കൊടുത്തിരിക്കുന്നത് ഓഫ് 2 lakh ഷെയർസ് അറ്റ് ആൻ ഓപ്ഷൻ പ്രൈസ് ഓഫ് 15. പക്ഷേ എംപ്ലോയീസിന് എത്ര രൂപയ്ക്ക് വാങ്ങിക്കാം? 15 രൂപയ്ക്ക്. മാർക്കറ്റിൽ ഈ ഷെയറിൻ്റെ വില എത്ര? 20. അപ്പോൾ എംപ്ലോയീസ് വാങ്ങിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. കാൽക്കുലേറ്റ് ബേസിക് EPS ആൻഡ് ഡൈല്യൂട്ടഡ് EPS. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 17. ആദ്യം ബേസിക് EPS. ഇപ്പോൾ ഉള്ള EPS. ഇപ്പോൾ നമ്മുടെ ലാഭം എത്രയാണ്? 24 ലക്ഷം ഡിവൈഡ് ബൈ, നമുക്ക് ഇപ്പം എത്ര ഇക്വിറ്റി ഷെയർ ഉള്ളത്? ഇപ്പം നമുക്ക് 10 ലക്ഷം ഇക്വിറ്റി ഷെയർ ഉണ്ട്. എത്രയുണ്ട്? 10 ലക്ഷം. സോ ഒരു ഷെയറുടെ ലാഭം എത്രയാണ്? 2.4. ഇതാണ് നിലവിൽ. പക്ഷേ എംപ്ലോയീസിന് ഷെയർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എത്ര രൂപയ്ക്ക് വാങ്ങിക്കാം? 15 രൂപയ്ക്ക്. മാർക്കറ്റിൽ ഈ ഷെയറുടെ വില എത്രയാണ്? 20 രൂപ. സോ അവർ വാങ്ങിക്കാൻ സാധ്യതയില്ലേ? ഉണ്ട്. എത്ര ഷെയർ അങ്ങനെ കൊടുത്തിരിക്കണം എംപ്ലോയീസിന് 2 ലക്ഷം ഷെയർ 15 രൂപയ്ക്ക് വാങ്ങിക്കാം. മാർക്കറ്റിൽ ഈ ഷെയർ 20 രൂപയ്ക്ക് അല്ലേ? അപ്പോൾ അവർ വാങ്ങിച്ചാൽ നമ്മുടെ നമ്പർ ഓഫ് ഷെയർ കൂടും. അപ്പോൾ അതിൽ പോകുന്നതിന് മുന്നേ ഇവിടെ നോക്കൂ, എംപ്ലോയീസിന് എത്ര ഷെയർ വാങ്ങിക്കാം? 2 ലക്ഷം ഷെയർ വാങ്ങിക്കാം. എത്ര രൂപയ്ക്ക്? 15 രൂപയ്ക്ക്. അത് കാശ് തരണേ, കുറവ് റേറ്റ് ആണെന്നേ ഉള്ളൂ. വാങ്ങിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ വാങ്ങിച്ച കാശ് തരണം. ഇപ്പോൾ 2 ലക്ഷം × 15 കമ്പനിക്ക് എത്ര കിട്ടും? 30 ലക്ഷം. പക്ഷേ ഇതേ 30 ലക്ഷം കമ്പനി മാർക്കറ്റിൽ സാധാ പോലെ ഇഷ്യൂ ചെയ്യാനെങ്കിൽ എത്ര ഷെയർ മതി? 30 ലക്ഷം ബൈ 20 ലക്ഷം ബൈ 20. സോ ഇവർക്ക് എത്ര ഇഷ്യൂ ആണ്? 15 രൂപയ്ക്ക്. സോ 2 ലക്ഷം ഷെയർ അവർ വാങ്ങിച്ചാൽ എത്ര കിട്ടും? 30 ലക്ഷം. പക്ഷേ ഇതേ 30 ലക്ഷം ഈ ഓപ്ഷനായിട്ടൊന്നും കൊടുക്കാതെ മാർക്കറ്റിൽ സാധാ പോലെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 30 ലക്ഷം കിട്ടാൻ എത്ര ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി? 30 ലക്ഷം ബൈ 20. എത്ര ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി? 1.5 ലക്ഷം. അപ്പോൾ ഈ റൈറ്റ് ഷെയർ പോലെ എനിക്ക് പറഞ്ഞുകൂടെ, ഈ കമ്പനി എംപ്ലോയീസിന് 1.5 ലക്ഷം ഷെയർ 20 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ കമ്പനിക്ക് എത്ര കിട്ടി? 30 ലക്ഷം. ബാക്കി 50,000 ഷെയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. റൈറ്റ് ഷെയറിൽ നമ്മൾ ഈ കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. കമ്പനി എന്ത് ചെയ്യണം? എംപ്ലോയീസിന് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 15 രൂപയ്ക്ക് വാങ്ങിക്കാൻ 2 ലക്ഷം ഷെയർ.
ഒരു വാങ്ങിക്കാതിരിക്കാം, പക്ഷെ വാങ്ങിച്ച കമ്പനിക്ക് എത്ര കിട്ടും? 30 ലക്ഷം. പക്ഷേ ഇതേ 30 ലക്ഷം മാർക്കറ്റിൽ കണ്ടെത്തണമെങ്കിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി? മാർക്കറ്റിൽ 20 രൂപയല്ലേ, 1.5 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി. അപ്പോൾ സത്യം പറഞ്ഞാൽ എംപ്ലോയീസിന് നമ്മൾ 1.5 ലക്ഷം ഷെയർ സാധാ പോലെ ഇഷ്യൂ ചെയ്യുകയും 50,000 ഷെയർ ഫ്രീ ആയിട്ട് ബോണസ് പോലെ ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. അല്ല, ഇപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതുപോലെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ബേസിക് EPS പറഞ്ഞാൽ ഇപ്പോഴുള്ള ലാഭം 24 ലക്ഷം, ബൈ ഇപ്പോഴുള്ള ഇക്വിറ്റി ഷെയർ 10 ലക്ഷം, സോ 2.4. ഡൈല്യൂട്ടഡ് EPS പറഞ്ഞാൽ നാളെ ഈ എംപ്ലോയീസും കൂടെ ഈ ഷെയർ വാങ്ങിച്ചാൽ നമ്മുടെ നമ്പർ ഓഫ് ഷെയർ കൂടില്ലേ? അപ്പം നമ്മുടെ ലാഭം എത്ര? 24 ലക്ഷം ബൈ ഇപ്പം എത്ര ഇക്വിറ്റി ഷെയറുകൾ? 10 ലക്ഷം. ഈ എംപ്ലോയീസൊക്കെ അവർക്ക് എത്ര ഷെയർ വാങ്ങിക്കാനാണ് ഓപ്ഷൻ ഉള്ളത്? എത്ര ഷെയർ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്? 2 ലക്ഷം. അപ്പോൾ ഇവർ ഈ 2 ലക്ഷം ഷെയർ വാങ്ങിച്ചാൽ നമ്മുടെ നമ്പർ ഓഫ് ഷെയർ കൂടും. അപ്പോൾ നമ്മൾ ഡിബഞ്ചറൊക്കെ പോലെ ഇവിടെ 2 ലക്ഷം ആഡ് ചെയ്യോ? ഇല്ല. നമ്മളിവിടെ ഡിബഞ്ചറൊക്കെ പോലെ 2 ലക്ഷം ആഡ് ചെയ്യോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ 2 ലക്ഷം ഷെയറിൽ സത്യം പറഞ്ഞാൽ എന്താ, മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ 1.5 ലക്ഷം ഷെയർ മതി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്ക് 1.5 ലക്ഷം ഷെയർ നമ്മൾ 20 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യും, 50,000 ഷെയർ 0 ഇഷ്യൂ ചെയ്യും. 2 ടൈപ്പായിട്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഈ 50,000 ഷെയർ നമ്മൾ 0 റേറ്റിന് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ അത് ആഡ് ചെയ്യും. പക്ഷേ ഈ 1.5 ലക്ഷം ഷെയർ ആഡ് ചെയ്യില്ല. അതെന്താ റീസൺ? 50,000 ഷെയർ ഇഷ്യൂ ചെയ്ത് ഒന്നും കാശ് കിട്ടുന്നില്ല, 0 അല്ലേ. അത് കാരണം നിങ്ങളുടെ പ്രോഫിറ്റിൽ എന്താണ് ഇമ്പാക്റ്റ്? 0. സോ നിങ്ങൾക്ക് അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അറിയാം. ഇപ്പോൾ ലാഭം 24 ലക്ഷം, ഇപ്പോൾ നമ്പർ ഓഫ് ഷെയർ 10 ലക്ഷം. ഈ എംപ്ലോയീസ് ഷെയർ ഓപ്ഷൻ എക്സസൈസ് ചെയ്താൽ 50,000 ഷെയർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. അതിന് ലാഭം ഒന്നും കിട്ടാൻ പോണില്ല, കൂടുതൽ ലാഭം കിട്ടാൻ പോണില്ല. സോ അവിടെ ലാഭം 0, ന്യൂമറേറ്റർ കിട്ടി, ഡിനോമിനേറ്ററിൽ നമ്പർ ഓഫ് ഷെയർ 50,000 കൂടും. പക്ഷേ ഈ 1.5 ലക്ഷം ഷെയർ ഇത് നമ്മൾ ഫ്രീ ആയിട്ടല്ല ഇഷ്യൂ ചെയ്യണം. ഇതിന് 30 ലക്ഷം കാശ് കിട്ടും. ഈ 30 ലക്ഷം കാശ് കിട്ടിയാൽ നിങ്ങളുടെ ലാഭം 24 ലക്ഷത്തിനേക്കാളും കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ എത്ര കൂടും നമുക്കറിയില്ല. ഇത് എത്ര കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ന്യൂമറേറ്ററിൽ ലാഭത്തിൻ്റെ ഇമ്പാക്റ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡിനോമിനേറ്ററിൽ നമ്പർ ഓഫ് ഷെയർ എടുക്കുക. അപ്പോൾ മൊത്തം എംപ്ലോയീസിന് 2 ലക്ഷം ഷെയർ വാങ്ങിക്കാം, 15 രൂപയ്ക്ക് 30 ലക്ഷം കമ്പനി കിട്ടും. മാർക്കറ്റിൽ 20 രൂപ ആയതുകൊണ്ട് മാർക്കറ്റിലാണെങ്കിൽ 1.5 ലക്ഷം ഇഷ്യൂ ചെയ്യുന്നത്. സോ എംപ്ലോയീസിന് 1.5 ലക്ഷം ഷെയർ കാശിനും 50,000 ഷെയർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. സോ 2 ലക്ഷം ഷെയർ കൂടും. ഇവർ ഷെയർ ഓപ്ഷൻ എക്സൈസ് ചെയ്താൽ 2 ലക്ഷം ഷെയർ കൂടും. അതിൽ ആദ്യത്തെ 50,000 ഷെയർ ഫ്രീ ആണ്. അതിന് പ്രോഫിറ്റ് കൂടുകയോ കുറയോ ഇല്ല, കാരണം ഫ്രീ ആയിട്ടല്ലേ കൊടുക്കണം. സോ പ്രോഫിറ്റിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം, +0. നമ്പർ ഓഫ് ഷെയർ അപ്പോൾ താഴെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള 1.5 ലക്ഷം ഷെയറിന് നമുക്ക് കാശ് കിട്ടും 30 ലക്ഷം. സോ അത് വെച്ച് കച്ചവടം ചെയ്താൽ എന്താണ്, ലാഭം കൂടും. പക്ഷെ എത്ര കൂടുമെന്ന് അറിയില്ല, ലാഭം കൂടും എത്ര കൂടുമെന്ന് അറിയില്ല. അപ്പോൾ അത് ന്യൂമറേറ്ററിൽ ലാഭത്തിൻ്റെ ഇമ്പാക്റ്റ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യില്ല, ആ ഷെയറിന് എടുക്കില്ല. അത് എടുക്കണമെന്നാണോ? എടുക്കണം. നമ്പർ ഓഫ് ഷെയർ കൂടും, പക്ഷേ പ്രോഫിറ്റും കൂടും. സോ പ്രോഫിറ്റ് എത്ര കൂടുമെന്ന് അറിയില്ല, ഈ 30 ലക്ഷം വെച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ന്യൂമറേറ്ററിൽ അതിൻ്റെ പ്രോഫിറ്റ് എടുക്കാത്തതുകൊണ്ട് ഡിനോമിനേറ്ററിൽ അതിൻ്റെ നമ്പർ ഓഫ് ഷെയർ എടുക്കും. അപ്പോൾ ഈ 50,000 ഫ്രീ അല്ലേ, അതുകൊണ്ട് പ്രോഫിറ്റ് കൂടില്ലല്ലോ. സോ പ്രോഫിറ്റ് ഇമ്പാക്റ്റ് 0. അതുകൊണ്ട് അത് ന്യൂമറേറ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഡിനോമിനേറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഫ്രീ എലമെൻറ്റ് മാത്രം ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഷെയർ ഓപ്ഷൻസ് വന്നാൽ എന്ത് ചെയ്യുക, ഫ്രീ എലമെൻറ്റ് മാത്രം ആഡ് ചെയ്യുക, കാശ് കിട്ടുന്ന എലമെൻറ്റ് ആഡ് ചെയ്യുക. കാശ് കിട്ടുന്ന എലമെൻറ്റിന് പ്രോഫിറ്റ് മേലെ കൂടും, അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എടുക്കാത്തതുകൊണ്ട് താഴെ ഡിനോമിനേറ്ററിൽ എടുക്കുക. പക്ഷേ ബോണസ് ഷെയറിന് പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാം 0, അതുകൊണ്ട് അത് ഡിനോമിനേറ്ററിൽ എടുത്തു. അപ്പോൾ ഇവിടെ എന്താവും, നമ്മുടെ ഡൈല്യൂട്ടഡ് EPS ലാഭം 24 ലക്ഷം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയറിൽ ഓൾറെഡി ഉള്ള 10ഉം ഫ്രീ എലമെൻ്റായ 50,000 ആഡ് ചെയ്താൽ 10.5 lakhs. അപ്പോൾ എത്ര വരും, 2.29. സോ ബേസിക് EPS എത്രയായിരുന്നു, 2.4. അത് എത്രയായിട്ട് കുറയും, 2.2. ഡൈല്യൂട്ടഡ് EPS പറഞ്ഞാൽ അതാണ് പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ ആവാൻ സാധ്യതയുള്ള ഷെയർ ആയാൽ എന്താണ്, വീതം വെക്കുന്നവരുടെ എണ്ണം കൂടും. സോ ഒരാൾക്ക് കിട്ടുന്നത് കുറയും. ഇതാണ് നമ്മുടെ ഷെയർ ഓപ്ഷൻ. ഇതോടുകൂടെ നമ്മുടെ എന്തായി, EPSലെ എല്ലാ ടോപ്പിക്കും കവറായി. നമ്മുടെ ഇൻഡേഴ്സിൽ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന ടോപ്പിക് ഇതാണ്. നമ്മൾ ടെക്സ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ അറ്റാച്ച് ചെയ്യുന്ന PDF ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നമുക്ക് നല്ല റിസൾട്ട് തന്നെ വരും. ഓക്കെ, പ്രിപ്പറേഷൻ ഒന്നും കുറയ്ക്കരുത്, നന്നായിട്ട് റിവൈസ് ചെയ്യുക, നന്നായിട്ട് പോയി എഴുതുക. താങ്ക് യു.